സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്നത് എന്താണ് ലീനിയർ ഇക്വേഷൻ എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ലീനിയർ ഇക്വേഷൻ നിങ്ങൾ ഒരുപാട് ലീനിയർ ഇക്വേഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3x + 4 = 2. ഈ ഒരു ലീനിയർ ഇക്വേഷൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് അല്ലെ. അതിന്റെയൊക്കെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ 3x² + 4 എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ലീനിയർ ഇക്വേഷൻ അല്ല, നമ്മൾ അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു പേരിലാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ മറ്റൊരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എഴുതുവാണെങ്കിൽ 4x + 3y = 7. ഇത് എന്താണ്? ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. കാരണം അവിടെ വേരിയബിൾ എത്ര പേര് വേണമെങ്കിലും വരാം, പക്ഷെ എന്ത് ശ്രദ്ധിക്കണം, അവിടെ പവർ എന്തേ വരാകൂ? 1 വരാകൂ. അല്ലാതെ 4x + 3y² = 7 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് എന്താകത്തില്ല? ലീനിയർ ഇക്വേഷൻ ആവത്തില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മാത്തമെറ്റിക്സുകാർ എന്താണ് ചെയ്യുന്നത്? ജനറൽ ഫോം ആണ് പറയുന്നത് അല്ലെ. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n അൺനോൺസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ എക്സും വൈയും പറഞ്ഞു, ഇപ്പൊ z റൂട്ട് ഉണ്ടെങ്കിൽ 3x + 4y + 5z = 6 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ അതേപോലെ n അൺനോൺസ് ഉണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് n അൺനോൺസിന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എക്സും വൈയും z എയും ബിയും ഉപയോഗിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോ അൺനോണിനെയും x1 x2 അങ്ങനെ വിളിക്കും. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ 3x + 4y = 7, അതിന് പകരം എനിക്ക് എന്ത് പറയാം? 3x1 + 4x2 = 7 എന്ന് പറയാം. സിമിലർലി നമ്മൾ ഇങ്ങനെ എഴുതും, ഇൻ ജനറൽ a1 x1 + a2 x2 + etc an xn = സം കോൺസ്റ്റന്റ് അല്ലെ. അതിപ്പോ b എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് s1 s2 sn etc ആയിരിക്കും. അത് സഫിക്സ് ആയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. അതായത് ഇങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്, s1 s2 എന്ന് പറഞ്ഞാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? x1ന്റെ സ്ഥാനത്ത് s1, x2ന്റെ സ്ഥാനത്ത് s2 അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നോക്കി, ഞാനിപ്പോ ഒരു ഇക്വേഷൻ എഴുതി 4x + 3y 4x + 3y = 10 ആണെന്ന് ഞാൻ എഴുതി. അപ്പൊ എനിക്കിവിടെ x = 1 എന്നും y = 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ 4 × 1 4, 3 × 2 6, 6 4 10. ഇത് ശരിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ 1ഉം 2ഉം എന്ന് പറയുന്ന ഒരു സീക്വൻസ് s1 = 1 s2 = 2, ആ പറയുന്ന സീക്വൻസ് നമ്മളിപ്പോ 4x1 + 3x2 എന്ന് പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ വിളിക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ ലീനിയർ. ഇതിനകത്ത് ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷനിൽ നോക്കി, x1 x2 എന്ന് പറഞ്ഞൊരു ടേം വന്നു. അപ്പൊ ഒരു വേരിയബിൾസ് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേ ചെയ്യാവൂ. അവരുടെ എന്ത് വരാൻ പാടില്ല? അവരുടെ കോമ്പിനേഷൻസ് വരാൻ പാടില്ല, അവരുടെ പ്രൊഡക്റ്റ് വരാൻ പാടില്ല. അപ്പൊ അതെന്തല്ല? നോട്ട് ലീനിയർ അല്ല അല്ലെ. നമ്മൾക്ക് എപ്പോഴും വേരിയബിൾസ് ഒറ്റയ്ക്ക് കിടക്കേ ചെയ്യാവൂ. അപ്പൊ നോട്ട് ലീനിയർ ആണ്. നെക്സ്റ്റ്, x1⁻² കിടക്കും. നമുക്ക് x1⁻1 x2⁻1 x3⁻1 ഒക്കെ വരാവൂ. അപ്പൊ അതും എന്താണ്? നോട്ട് ലീനിയർ ആണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതാ പുതിയൊരാൾ കിടക്കുന്നു, സൈൻ. സൈൻ എന്ന് പറയുന്ന ആളിനെ ഒന്നും നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുത്തില്ല അല്ലെ. വെറുതെ ആൾജിബ്രൈക് ഫംഗ്ഷൻസ് ആയിരിക്കണം. അതേപോലെ ഇവിടെ (-1) ഉണ്ട്, അതും പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതും നോട്ട് ലീനിയർ ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 3x1 - x2 = x3 + 1. അവിടെ എല്ലാവർക്കും ഒരു പവറേ ഉള്ളൂ. മൈനസും പ്ലസും ഒക്കെ വരാം, ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ വരാം, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ അതെന്താണ്? ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ലീനിയർ സിസ്റ്റം? അത് ഈ ഡെഫിനിഷൻസ് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ലീനിയർ ഇക്വേഷന്റെ ഡെഫിനിഷൻ. ഇപ്പൊ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് ലീനിയർ ഇക്വേഷൻസ് ചേർത്ത് എഴുതിയിരിക്കുന്ന സാധനമാണ് ലീനിയർ സിസ്റ്റം. നോക്കിയേ, ഇപ്പൊ ഇതൊരു ലീനിയർ സിസ്റ്റം ആണ്, 2 ലീനിയർ ഇക്വേഷൻ, ഇത് ലീനിയർ സിസ്റ്റം ആണ്, ഇത് ലീനിയർ സിസ്റ്റം ആണ്. കുറച്ച് ലീനിയർ ഇക്വേഷൻസ് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വിത്ത് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഎഫിഷ്യന്റിന് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ അതിന്റെ ജനറൽ രീതി പഠിക്കണം. അതായത് സംഭവം ഇങ്ങനെയാണ്, a11 x1 + a12 x2 + a13 x3
പ്ലസ് എക്സെട്ര പ്ലസ് a1n(xn). ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. അപ്പൊ അടുത്ത നമ്പർ എങ്ങനെ വരുന്ന അറിയാവോ? a21x1 പ്ലസ് a22x2 പ്ലസ് എക്സെട്ര പ്ലസ് a2n(xn). അപ്പൊ അടുത്ത ഇതേപോലെ ഇവിടുത്തെ എക്സെട്ര എന്ത് വരും? am1x1 പ്ലസ് am2x2 പ്ലസ് എക്സെട്ര പ്ലസ് amn(xn). ഇതാണ് ഇതിന്റെ എന്ത് ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ a11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. അപ്പൊ അവിടെ കഴിഞ്ഞു. ഇനി a21 ഉണ്ട്, a22 ഉണ്ട്, a23 ഉണ്ട്. അപ്പൊ ഇവിടെ എഴുതാൻ വിട്ടുപോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ ഇവിടെ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നോക്കുക. ഇവിടെ ബാക്കിയുണ്ട് ഈസ് ഈക്വൽ ടു b1, ഈസ് ഈക്വൽ ടു b2, ഈസ് ഈക്വൽ ടു bm അതുകൂടി ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇക്വേഷനിൽ ഇതിന്റെ ആൻസർ എഴുതണം. അപ്പൊ അവിടെ നമുക്ക് എന്തായിരിക്കും വരുന്നത്, നമ്മുടെയൊക്കെ ആൾക്കാരെല്ലാം ഉണ്ട്. നോക്കിയേ, നമ്മളിവിടെ a11x1 പ്ലസ് a12x2 പ്ലസ് a13x3 കണ്ടോ, a14 ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. അത് ഈസ് ഈക്വൽ ടു b1. അടുത്ത a21x1 പ്ലസ് a22x2 പ്ലസ് a23x3 ഈസ് ഈക്വൽ ടു b2. അപ്പൊ ഇതാണ് നമ്മളുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ നോക്കും a11 ആരാ, 2 ആണ്. 2x1 പ്ലസ് a12 എന്ന് പറയുന്നത് ആരാ, -1 ആണ്. അപ്പൊ 2x1 മൈനസ് ഇടാം അല്ലെ, -1 into x2, അതായത് -x2. നെക്സ്റ്റ് a13 എന്ന് പറയുന്നത് -3, ദാറ്റ് ഈസ് -3x3 ഈസ് ഈക്വൽ ടു b1 എന്ന് പറയുന്നത് -1. നെക്സ്റ്റ് എന്താണ്, a21 അല്ലേ. അപ്പൊ -2x1 പ്ലസ് 2x2, ഇവിടെ നോക്കിയാൽ മതി, പ്ലസ് 2x2 പ്ലസ് 5x3 പ്ലസ് 5x3 ഈസ് ഈക്വൽ ടു b2 എന്ന് പറയുന്നത് 3 ആണ്. ഇനി വെരിഫൈ ദാറ്റ് x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 0, x3 ഈക്വൽ ടു 1 ഈസ് എ സൊല്യൂഷൻ ഫോർ ദി സിസ്റ്റം. അപ്പൊ സൊല്യൂഷൻ ആവണമെങ്കിൽ ഇത് രണ്ട് ലീനിയർ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കിയേ, x1 ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു, x2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു, x3 ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ ആയിട്ട് വിളിക്കാം അല്ലെ. ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ശരിയാവോ എന്ന് നോക്കാം. 2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് 1 മൈനസ് x2ന്റെ സ്ഥാനത്ത് 0 മൈനസ് 3 ഇൻറ്റു x3യുടെ സ്ഥാനത്ത് 1. ഇപ്പൊ 2 ഇൻറ്റു 1 2 മൈനസ് 3 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇക്വേഷൻ കറക്റ്റ് ആവുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ ഇക്വേഷനിൽ നോക്കാം, -2 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 5 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ പറയുന്നത് ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം. ഹെൻസ് ദിസ് ഈസ് എ സൊല്യൂഷൻ അല്ലെ. ഇതെന്താണ്, ഒരു സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഹെൻസ് ദിസ് ഈസ് എ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇതിന്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സൊല്യൂഷൻ സെറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കിപ്പോ a11x1 പ്ലസ് a12x2 ഈക്വൽ ടു b1 എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. ax പ്ലസ് by ഈസ് ഈക്വൽ ടു c. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഒരു ലൈനിന്റെ ഇക്വേഷന്റെ ഫോം ആണ് ax പ്ലസ് by ഈക്വൽ ടു c. അപ്പൊ രണ്ട് വേരിയബിളുള്ള സാധനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലെയിനിനകത്ത് ഒരു ലൈനിന്റെ ഫോമിൽ നമുക്ക് ഒരു ലൈനായിട്ട് നമുക്ക് അതിനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനും കോയിൻസിഡന്റ് ആണെങ്കിൽ, സെയിം ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. പടം കാണിച്ചു തരാം കേട്ടോ. ഇനി രണ്ട് ലൈൻസും പാരലൽ ആണെങ്കിൽ അതിൽ ഒരിക്കലും സൊല്യൂഷൻസ് ഉണ്ടായിരിക്കത്തില്ല. രണ്ട് ലൈൻസ് ഒരു സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് യുണീക് സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ ഉണ്ട്. ആദ്യമേ ഞാൻ പടം കാണിച്ചു തരാം. രണ്ട് ലൈൻ വരച്ചപ്പോഴും അത് ഒരേ ലൈനായിട്ട് മാറിയെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും അത് അതിന്റെ സൊല്യൂഷൻ ആണ്. ഇവിടെ ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല, പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും എന്തുണ്ടാകത്തില്ല, സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. അതല്ല ഒരൊറ്റ തവണ മാത്രം കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് ഈ ലൈനിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, x1 പ്ലസ് x2 ഈക്വൽ ടു 2, 2x1 പ്ലസ് 2x2 ഈക്വൽ ടു 4. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോക്കിയേ, x1 പ്ലസ് x2 ഈക്വൽ ടു 2. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക,
ഇവിടെ x1 x2. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ +2 പഠിക്കുന്ന ഒരു രീതിയാണിത്. നിങ്ങൾക്ക് ഈ രീതി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, x1 ഞാൻ 0 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഇട്ട് കൊടുക്കുക x1 + x2 = 2 ആണ്. അപ്പൊ 0 + 2 = വേണം 2 വരാൻ. അപ്പൊ x2 എന്ത് വരും? 2 വരും. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? x2 ഇട്ട് കൊടുക്കും 0. അപ്പൊ ഇവിടെ x2 0 കൊടുത്താൽ x1 എന്ത് കിട്ടും? 2 കിട്ടും. അപ്പം ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത്. നോക്കിയേ, 0 2 2 0. നോക്കിയേ, 0 2 എന്ന് പറയുമ്പോൾ ഏത് പോയിന്റ് വരും? 0 2 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് വരും. 0 2 2 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് വരും അല്ലെ. അപ്പൊ അത് നിങ്ങൾ ചേർത്ത് വരയ്ക്കുമ്പോൾ ആ ലൈനായി കണ്ടോ. ഇപ്പൊ ഞാൻ വരച്ചാൽ കുളമാകും, എന്നാലും നിങ്ങൾ നോക്കുക. 0 2 2 0. അപ്പൊ ഇതാണ് ഏത് ലൈൻ എന്ന് പറയുന്നത്? x1 + x2 = 2 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ലൈൻ വരച്ചാലോ? നോക്കി, ആ ലൈനിന്റെ ഒരു ഇക്വേഷൻ ഞാൻ വേറെ വരയ്ക്കുവാണ്. അപ്പൊ ഇതാണ് x1, ഇത് x2 അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് കിട്ടും? x1 0 കൊടുത്തു കഴിഞ്ഞാൽ 2x2 = 4 എന്ന് കിട്ടും. അതായത് x2 = 2 എന്ന് കിട്ടും. നെക്സ്റ്റ് x2 0 കൊടുത്തു കഴിഞ്ഞാൽ 2x1 = 4, ദാറ്റ് ഈസ് x1 = 2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾക്ക് എന്താ കിട്ടിയത്? സെയിം സാധനമാണ് കിട്ടിയത്. അപ്പൊ ഇതേ ലൈൻ തന്നെയാണ് എന്ത്? 2x1 + 2x2 = 4 എന്ന് പറയുന്നത്. സോ ലൈൻസ് കോയിൻസിഡൻസ് ആണ് അല്ലെ, കോയിൻസിഡൻസിങ് ലൈൻസ് ആണ്. സോ അവിടെ എന്തുണ്ടായിരിക്കും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇൻഫിനിറ്റ്ലി എന്തുണ്ടായിരിക്കും? മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. x1 + x2 = 2, x1 + x2 = 1. അത് ഇതുപോലെ നിങ്ങൾക്ക് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്നത് പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പൊ പാരലൽ ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? നോ സൊല്യൂഷൻ എന്നാണ്. പാരലൽ ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? നോ സൊല്യൂഷൻ എന്നാണ്. അപ്പൊ നിങ്ങൾ അതേപോലെ ചെയ്തു നോക്കുക. നെക്സ്റ്റ് x1 + x2 = 3, x1 - x2 = 1. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കി, അതാണ് ഞാൻ അടുത്ത വരയ്ക്കാൻ പോകുന്നത്. നോക്കുക, ഞാനിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. x1 x2 എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനൊരു സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതി. അപ്പൊ x1 0 കൊടുക്കുമ്പോൾ നോക്കിയേ, x1 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ x1 0 കൊടുക്കുമ്പോൾ x2 = 3 എന്ന് കിട്ടും. നെക്സ്റ്റ് x2 0 കൊടുക്കുമ്പോൾ, രണ്ടും ഈ ഇക്വേഷൻ തന്നെയാണ് നോക്കേണ്ടത്. നമുക്ക് രണ്ട് പോയിന്റ് കണ്ടുപിടിക്കണം. x2 0 കൊടുക്കുമ്പോൾ x1 = 3 എന്ന് കിട്ടും. സോ 0 3 3 0 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ അത് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ നോക്കിയേ, 0 3 എന്ന് പറയുന്ന പോയിന്റ്, 3 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. ഇവിടെ എന്ത് വരും? 0 3 എന്ന് പറയുന്ന പോയിന്റ് വരും. അപ്പൊ ഇത് ചേർത്തിട്ട് എന്ത് വരും? ഒരു ലൈൻ വരും അല്ലെ. അപ്പൊ ആ ലൈൻ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ x1 + x2 = 3 എന്ന് പറയുന്ന ലൈൻ. നെക്സ്റ്റ് x1 - x2 = 1 ആണ്. x1 x2 നോക്കിയേ, അപ്പൊ x1 0 കൊടുക്കുമ്പോൾ -x2 = 1, ദാറ്റ് ഈസ് x2 = -1 എന്ന് വരും. x2 0 കൊടുക്കുമ്പോൾ x1 = 1 എന്ന് വരും അല്ലെ. അപ്പൊ ആ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0 1 -1 0. അപ്പൊ ഇതാണ് -1 0 എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് 0 1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഇത് ഞാൻ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് കൃത്യമായിട്ട് അളവെടുത്ത് വരയ്ക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് 1,2 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാനിപ്പോൾ അളവൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 1,2 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു യുണീക്ക് പോയിന്റ് ആണ്. അതായത് 1,2 എന്ന് പറയുമ്പോൾ x1 = 1ഉം x2 = 2ഉം. അപ്പൊ ഇത് ഇത്രയും നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. ബേസിക് ആയിട്ട് ലൈനിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഡെഫിനിഷൻ കൂടി നോക്കിയിട്ട് ലീനിയർ ഇക്വേഷൻസിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കിയേ, ഒന്നുമില്ല. ഇൻ ജനറൽ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈസ് കോൾഡ് consistent if it has at least one solution and the system is called inconsistent if it has no solution. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റും ഇൻകൺസിസ്റ്റന്റും ആവുന്ന എപ്പോഴാണ്? ആ സിസ്റ്റത്തിന്, ആ ഒരു ലീനിയർ ഇക്വേഷന് ഒരു സൊല്യൂഷൻ എങ്കിലും, മിനിമം ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് വിളിക്കും. സൊല്യൂഷൻ ഇല്ലാത്ത സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഇൻകൺസിസ്റ്റന്റ് എന്ന് വിളിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മീനിങ് ആണ് അല്ലെ. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, അത് കൺസിസ്റ്റന്റ് ആണ്, ശരിയാണ് എന്നുള്ള മീനിങ്. അത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എങ്കിൽ ആ സിസ്റ്റം ഒരു ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അത് മറന്നു പോകത്തില്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങളടുത്ത് എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ് ഓർ നോട്ട്. അത് കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഗ്രാഫ് വരയ്ക്കാതെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരച്ചു നോക്കണം.
അപ്പൊ ഇതെന്തായിരിക്കും? ഇതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് അല്ലേ? അപ്പൊ ഒരുപാട് സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഈ ഇക്വേഷൻ എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. ഇതും കൺസിസ്റ്റന്റ് ആണ്, ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ട്. പക്ഷേ ഈ പാരലൽ ലൈൻസ് വരയ്ക്കുന്ന നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പോകുന്ന ആ ക്വസ്റ്റ്യൻ എന്തല്ല? കൺസിസ്റ്റന്റ് അല്ല. കാരണം അതിനകത്ത് നോ സൊല്യൂഷൻ എന്നാണ് വന്നത്. അപ്പൊ കൺസിസ്റ്റന്റ് ഇക്വേഷനും ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. അതും 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചേക്കുക. ഓക്കെ.